ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ സേമിയ വെച്ചിട്ടാണ് ഈ ഒരു ഉപ്പുമാവ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സേമിയ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ സേമിയ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടിയിട്ട് കട്ട കുത്തിപ്പോവും. അപ്പോൾ ഇതാ നമ്മുടെ സേമിയൊക്കെ ഇവിടെ ആവശ്യത്തിനൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നന്നായിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 വറ്റൽമുളക് ഇതേപോലെ ഒന്ന് കീറിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് നമുക്കിതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുന്തിരിയാണ്. ഉണക്കമുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു ബബിൾസായി വരുന്ന വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അത് നമ്മുടെ മുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് ബബിൾസായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ സവാളൊക്കെ ഒന്ന് ഏകദേശം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് ഊറ്റിയെടുത്തിട്ടുള്ള ആ ഒരു സേമിയയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും സേമിയ വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.